ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ വേവിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കിലോ കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പ വേവിച്ചത് അല്ലെങ്കിൽ കപ്പ അവിച്ചത് എന്നൊക്കെ പറയും. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മരച്ചീനി എന്ന് പറയും. അതുപോലെ കൊള്ളി, മരച്ചീനി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചിലർക്ക് കിഴങ്ങ് എന്നൊക്കെ പറയും. അതാണ് ഈ കപ്പ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ കപ്പയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ ഐഷു ആണുള്ളത്. അപ്പോൾ ഐഷു എന്നെ സഹായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കപ്പയൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകി കൊടുക്കാം. ഒരു 2-3 വട്ടമെങ്കിലും ഒന്ന് കഴുകി കൊടുക്കണം കേട്ടോ. അതിനകത്ത് ചെളിയൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊടുക്കാം. രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കഴുകിയെടുത്തതിന് ശേഷം ഇതേ പാത്രത്തിൽ തന്നെ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം വെക്കണം ആദ്യം. ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് അടുപ്പത്തോട്ട് കയറ്റി വെക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തോന്നാണ് കപ്പേനെ പറഞ്ഞതെന്നൊന്ന് പറയണേ. കപ്പ എന്നാണോ, കൊള്ളി എന്നാണോ, അതോ മരച്ചീനി എന്നാണോ, എന്താ പറയുന്നതെന്നൊന്ന് പറയണേ. ഇനി കപ്പ താളിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് കൊച്ചുള്ളി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ 2 തണ്ട് വേപ്പില, പിന്നെ ഒരു പച്ചമുളക് അതൊക്കെ എടുക്കാം നമുക്ക്. അത് ഇതുപോലെ ഒന്ന് കുത്തി എരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കപ്പ ഒന്ന് പോയി നോക്കിയിരുന്നു കേട്ടോ. അത് നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് കേട്ടോ. കപ്പ നന്നായിട്ട് പുട്ടുപോലെ വേവണം. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ഒരു ചട്ടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. അത് നന്നായി ചൂടായപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഒരു വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു തണ്ട് വേപ്പില ചേർത്ത് കൊടുത്തു.
അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വിട്ട് മാറാണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഞാൻ കുറച്ചധികം ചുവന്നുള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ചുവന്നുള്ളി ഒന്ന് മൂത്ത് ചുവന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അല്ലെങ്കിൽ മരച്ചീനി അതിനകത്തേക്കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പമോ അതല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലാണ്ട് വെറുതെ നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ലതാണ്. ഒരു 4 മണി പലഹാരമായിട്ട് വേണമെങ്കിൽ കഴിക്കാം. മീൻ കറിയോ അതല്ലെങ്കിൽ ഇറച്ചിക്കറിയോ ചിക്കൻ കറിയോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. Bye. Take care.